ഹേ ഗൈസ്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. സോ സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വാങ്ങാൻ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടി കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റോളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് പൊളിച്ച് പിച്ച് ചീന്തി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവമൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് അറൗണ്ട് 600 എബോവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഗിഫ്റ്റിൻ്റെ ബോക്സും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ത് സംഭവം എന്ന് അറിയാനൊരു ത്വര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനൊരു ബിങ്കോൻ്റെ ഒരു പാക്കറ്റും ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ കഴിക്കില്ല. ഇങ്ങനത്തെ ഈ ബിങ്കോ ലൈസ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. അധികം എന്നല്ല, ഞാൻ മിക്കതും കഴിക്കാറില്ല. പിന്നെ ഈ ഒരു ബട്ടർ മിൽക്കിൻ്റെ ഒരു ബോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തണുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് കുറച്ച് നേരപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് കോഫിയുടെ ഒരു ക്ലാസിക് പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ബുക്ക് പോലെ, ഞാൻ വിചാരിച്ച ബ്രൗഷോ എന്തെങ്കിലും ആയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ നവരത്ന ഗോൾഡിൻ്റെ ഒരു ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 6-7 പാക്കറ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്കറ്റൊക്കെ കാണാൻ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു സെറ്റോയിൽ ഇങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടെന്ന്. കുറേ വട്ടം സെറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര രസം തോന്നി. പുറത്ത് നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ സെപ്റ്റോൻ്റെ ആ കവർ മൊത്തത്തിൽ കുതിർന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലുലുത്തൊരു കവറും എക്സ്ട്രാ കൈ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തൂക്കിയിട്ടിട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഒരു ഗീൻ്റെ പാക്കറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മാമ എർത്തിൻ്റെ ഒനിയൻ ഷാമ്പു ആയിരുന്നു കേട്ടോ. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് വെക്കും. ഇനി ആവശ്യം വരുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ 600ൻ്റെ കണക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.